He felt everything to become music around him. The past life of the theatrical slave before the storm had completely faded out from his memory. The enchanting nature and the soothing presence of Kiran, who took up the roles of his sister and mother combined, became the music of his song. And off from her, he would bring dozens of fresh complaints from his neighbors that eventually led to Sharath cuffing him. His spoiled followers would then come in search of him for some new ways of mischief. At that time, Sharath's younger brother Sadish came to spend vacation with them. Kiran was overjoyed by the presence of her brother-in-law of the same age, both always on the move, rollicking with peals of laughter. She would ride Monkey with vermilion on his back, and he put Pepper among her beetle. Meanwhile, no one knew how a cloud of unexplained wilderness hovered over Nilkantha. He would thrash his devotees for no reason and kick his pet mongrel or smash the leaves and twigs harshly with canes. After Sadish's arrival, Kiran had seldom got much time to spare serving Nilkantha's meals, which she had been doing so generously as he had an immense capacity of eating. After that, he left the hall without eating much. He would repeatedly say, "I am not hungry," thinking that it would bring Kiran to press him to finish. That didn't happen. Soaking the pillow with his sobs became a usual occurrence. He jumped into the conclusion that some venomous trick of Sadish had made her angry against him. He felt everything to become music around him. അവന് ചുറ്റുമുള്ള എല്ലാം സംഗീതമാവണമെന്ന് അവനിക്ക് തോന്നി. ദ പാസ്റ്റ് ലൈഫ് ഓഫ് ദ തിയേട്രിക്കൽ സ്ലൈവ് ബിഫോർ ദ സ്റ്റോം. കൊടുങ്കാറ്റിന് മുമ്പുണ്ടായിരുന്ന നാടകത്തിലെ അടിമയായിക്കൊണ്ടുള്ള അവൻ്റെ കഴിഞ്ഞ കാല ജീവിതം ഹാഡ് കംപ്ലീറ്റ്ലി ഫേഡഡ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. അവൻ്റെ ഓർമ്മയിൽ നിന്നും പൂർണ്ണമായും മാഞ്ഞു പോയിരുന്നു. ദ എൻചാൻറ്റിംഗ് നേച്ചർ, ആകർഷണീയമായ പ്രകൃതി, ആൻഡ് ദ സൂത്തിങ് പ്രസൻസ് ഓഫ് കിരൺ, കിരണിൻ്റെ സ്വാന്തനിപ്പിക്കുന്ന സാന്നിധ്യം, ഹു ടൂക്ക് അപ്പ് ദ റോൾസ് ഓഫ് ഹീസ് സിസ്റ്റർ ആൻഡ് മദർ കമ്പൈൻഡ്. അവൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും വേഷങ്ങൾ ഒരേ സമയം സ്വീകരിച്ച കിരണിൻ്റെ സാന്നിധ്യം ബിക്കെയിം ദ മ്യൂസിക് ഓഫ് ഹീസ് സോങ്, അവൻ്റെ പാട്ടിൻ്റെ സംഗീതമായി. ആൻഡ് ഓഫ് ഫ്രം ഹെർ, അവളിൽ നിന്നും അകലെയാകുമ്പോൾ ഹി വുഡ് ബ്രിങ്, അവൻ കൊണ്ടുവരും ഡസൻസ് ഓഫ് ഫ്രഷ് കംപ്ലൈൻസ്, ഡസൻ കണക്കിന് പുതിയ പരാതികൾ ഫ്രം ഹിസ് നെയ്ബേഴ്സ്, അവൻ്റെ അയൽവാസികളിൽ നിന്നും. ദാറ്റ് ഇവഞ്ച്വലി ലെഡ് ടു ശരത് കഫിങ് ഹിം, അത് ഒടുവിൽ ശരത്ത് അവനെ അടിക്കുന്നതിലേക്ക് നയിക്കും. ഹി സ്പോയിൽഡ് ഫോളോവേഴ്സ്, അവൻ്റെ നശിച്ച സുഹൃത്തുക്കൾ, വുഡ് ദെൻ കം, അന്നേരം വരും, ഇൻ സെർച്ച് ഓഫ് ഹിം, അവനെ അന്വേഷിച്ചുകൊണ്ട്, ഫോർ സം ന്യൂ വേയ്സ് ഓഫ് മിസ്റ്റീഫ്, വികൃതിയുടെ പുതിയ കുറച്ച് വഴികൾക്ക് വേണ്ടി. അറ്റ് ദാറ്റ് ടൈം, ആ സമയം, ശരത്സ് യങ്ങർ ബ്രദർ, ശരത്തിൻ്റെ ചെറിയ സഹോദരൻ സതീഷ്, കെയിം ടു സ്പെൻഡ് വെക്കേഷൻ വിത്ത് ദം, അവരുടെ കൂടെ അവധിക്കാലം ചിലവഴിക്കാൻ വേണ്ടി വന്നു. കിരൺ വാസ് ഓവർ ജോയ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഹർ ബ്രദർ ഇൻ ലോ ഓഫ് ദ സെയിം ഏജ്. കിരൺ അവളുടെ അതേ പ്രായത്തിലുള്ള ഇളയച്ചൻ്റെ സാന്നിധ്യത്തിൽ അതിയായി സന്തോഷിച്ചു. ബോത്ത് ഓൾവേസ് ഓൺ ദ മൂവ്, രണ്ടുപേരും എപ്പോഴും വളരെ ആക്റ്റീവായിരുന്നു. റോളിക്കിങ്, ചുറ്റിത്തിരിഞ്ഞുകൊണ്ട്, വിത്ത് പിയൽസ് ഓഫ് ലാഫ്റ്റർ, ചിരിയുടെ ഒച്ചപ്പാടോടുകൂടി. പിയൽ എന്നാണ് അത്. ഷി വുഡ് റൈറ്റ് മങ്കി വിത്ത് വെർമിലിയൻ, അവൾ സിന്ദൂരം കൊണ്ട് മങ്കി എന്ന് എഴുതും ഓൺ ഹിസ് ബാക്ക്, അവൻ്റെ പുറത്ത്. ആൻഡ് ഹി പുട്ട് പെപ്പർ, അവൻ കുരുമുളക് വെക്കും, എമംഗ് ഹർ ബീറ്റൽ, അവളുടെ വെറ്റിലക്കിടയിൽ. മീൻവെയിൽ, അതേസമയം, നോ വൺ ന്യൂ, ഒരാളും അറിഞ്ഞില്ല, ഹൗ, എങ്ങനെയാണ്, എ ക്ലൗഡ് ഓഫ് അൺഎക്സ്പ്ലെയിൻഡ് വൈൽഡർനെസ്, വിവരിക്കാനാവാത്ത വന്യതയുടെ ഒരു മേഘം, ഹവേർഡ്, വട്ടമിട്ട് പറന്നത്, ഓവർ നീൽകാന്ത, നീൽകാന്തയുടെ മുകളിൽ. ഹി വുഡ് ത്രാഷ്, അവൻ പ്രഹരിക്കും, ഹീസ് ഡിവോട്ടീസ്, അവൻ്റെ ഭക്തരെ, ഫോർ നോ റീസൺ, ഒരു കാരണവുമില്ലാതെ. ആൻഡ് കിക്ക് ഹീസ് പെറ്റ് മാംഗ്രൽ, അവൻ ഓമനിച്ച് വളർത്തുന്ന
ആ സങ്കരയിന നായയെ കാലുകൊണ്ട് തട്ടും. ഓർ സ്മാഷ് ദ ലീവ്സ് ആൻഡ് ടിക്സ് ഹാർഷ്ലി വിത്ത് കെയിൻസ്. ചൂരൽ വടി കൊണ്ട് ഇലകളും ചുള്ളിക്കൊമ്പുകളും ശക്തിയായി അടിച്ചു തകർക്കും. ആഫ്റ്റർ സതീഷ് അറൈവൽ, സതീഷ് എത്തിയതിനു ശേഷം കിരൺ ഹാഡ് സെൽഡം ഗോട്ട് മച്ച് ടൈം. കിരണ് കൂടുതൽ സമയം ലഭിച്ചില്ല. ടു സ്പെയർ, ചിലവഴിക്കാൻ. സെർവിങ്, വിളമ്പിക്കൊണ്ട്. നീൽകാന്താസ് മീൽസ്, നീൽകാന്തയുടെ ഭക്ഷണങ്ങൾ. വിച്ച് ഷീ ഹാഡ് ബീൻ ഡൂയിങ് സോ ജനറസ്ലി, അവൾ വളരെ ഔദാര്യത്തോടു കൂടി ചെയ്തിരുന്ന. അസ് ഹീ ഹാഡ് ആൻ ഇമ്മൻസ് കപ്പാസിറ്റി ഓഫ് ഈറ്റിംഗ്, കാരണം അവനിക്ക് തിന്നാനുള്ള നല്ല കഴിവുണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഹീ ലെഫ്റ്റ് ദ ഹോൾ, അവൻ ഹോള് വിട്ടുപോയി. വിത്തൗട്ട് ഈറ്റിംഗ് മച്ച്, കൂടുതൽ ഭക്ഷിക്കാതെ. ഹി വുഡ് റിപ്പീറ്റഡ്ലി സേ, അവൻ ആവർത്തിച്ച് പറയും, ഐ ആം നോട്ട് ഹംഗ്രി, എനിക്ക് വിശപ്പില്ല. തിങ്കിങ്, ചിന്തിച്ചുകൊണ്ട്. ദാറ്റ് ഇറ്റ് വുഡ് ബ്രിങ് കിരൺ, അത് കിരണെ പ്രേരിപ്പിക്കുമെന്ന്. ടു പ്രസ് ഹിം, അവനെ നിർബന്ധിപ്പിക്കാൻ. ടു ഫിനിഷ്, ഭക്ഷണം പൂർത്തിയാക്കാൻ. ദാറ്റ് ഡിഡിൻ ഹാപ്പൻ, അത് സംഭവിച്ചില്ല. സോക്കിംഗ് ദ പില്ലോ, തലയണ കുതിർക്കൽ. വിത്ത് ഹിസ് സോപ്സ്, അവൻ്റെ തേങ്ങലുകളാൽ. ബിക്കെയിം എ യൂഷ്വൽ ഒക്കറൻസ്, അത് ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ഒരു സംഭവമായി മാറി. ഹി ജംപ്ഡ് ഇൻ ടു ദ കൺക്ലൂഷൻ, അവൻ ഒരു തീർപ്പിലേക്ക് എത്തിച്ചേർന്നു. ദാറ്റ്, അതായത് സം വെനമസ് ട്രിക്ക് ഓഫ് സതീഷ്, സതീഷിൻ്റെ വിഷം നിറഞ്ഞ ഒരു തന്ത്രം. ഹാഡ് മെയ്ഡ് ഹെർ ആംഗ്രി അഗെയിൻസ്റ്റ് ഹിം, അവളെ അവനിക്കെതിരായിട്ട് ദേഷ്യമുള്ളവളാക്കി തീർത്തിരിക്കുന്നു എന്ന്. സതീഷ് ഡിഡിൻ നോട്ടീസ് ഹീസ് കവേർഡ് വേസ് ഓഫ് അവൻസ്, ഈവൻ ദോ ഹി സോപ്പ് ഡിസപ്പിയർഡ് ഫ്രം ദ സ്റ്റെപ്സ് ഓഫ് ദ bathing place, or his dress floated past him as if blown by the wind. One day Kiran called Nilkantha to entertain Satish. He kept mum and said that he couldn't remember anything. The decision to return home made everyone busy packing up. Satish was going with them, but Nilkantha remained unasked. Later, Kiran's proposal of taking him with them was strongly opposed by the other members of the family. Finally, Kiran softly advised him to go back to his own home. This unexpected kindness made him burst into tears. Kiran couldn't stop joining him, but Satish was terribly annoyed at the sight of this and said, "That brat has cleverly discovered a way to soften your heart with a tear or two, because you are too good and trustful." Nilkantha left the spot with a bleeding heart, seriously thinking about how to burn Satish into ashes. Satish had brought a grand inkstand with him, his great favorite from Calcutta. The ink pot was set on a pearl board drawn by a silver goose supporting a pen holder. Every day he cleaned it with added care. The day before they were about to depart, the inkstand was missing. Satish was furious and pounced upon the boy, shouting, "You have stolen my inkstand, you thief!" Nilkantha wobbled towards the wall with a swollen heart and head. Kiran was greatly distressed at the scene and took him to another room and suggested, "Neelu, if you have taken it, I shall keep it there and balk anyone making further fuss." To this, Nilkantha knelt down weeping bitterly. A fierce battle of words followed between Kiran on one side and Sharath and Satish on the other. Satish wanted to search his room and she responded violently with tears. "You dare!" That at once settled the matter. Kiran's heart overflowed with pity on the homeless lad. She got 2 new suits of clothes, a pair of shoes and a banknote, and wanted to place them into his box as a surprise gift. Satish didn't notice. സതീഷ് ശ്രദ്ധിച്ചില്ല. ഹീസ് കവേർഡ് വെയ്സ്, അവൻ്റെ രഹസ്യമായ വഴികൾ. ഓഫ് അവൻസ്, പ്രതികാരത്തിൻ്റെ. ഈവൻ ദോ ഹീസ് സോപ്പ് ഡിസപ്പിയർഡ് ഫ്രം ദ സ്റ്റെപ്സ് ഓഫ് ദ ബാത്തിങ് പ്ലേസ്, കുളിക്കുന്ന സ്ഥലത്തിൻ്റെ സ്റ്റെപ്പിൽ നിന്നും അവൻ്റെ കുളിസോപ്പ് അപ്രത്യക്ഷമായപ്പോഴും. ഓർ ഹിസ് ഡ്രസ് ഫ്ലോട്ടഡ് പാസ് ഹിം, അല്ലെങ്കിൽ അവൻ്റെ ഡ്രസ്സ് അവൻ്റെ അപ്പുറത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടന്നപ്പോഴും. അസീഫ് ബ്ലോൺ ബൈ ദ വിൻ, കാറ്റ് അടിക്കപ്പെട്ടതുപോലെ. പണ്ടേ കിരൺ കോൾ നീൽകാന്ത, ഒരു ദിവസം കിരൺ നീൽകാന്തയെ വിളിച്ചു. ടു എൻ്റർടൈൻ സതീഷ്, സതീഷിനെ സന്തോഷിപ്പിക്കാൻ. ഹി കെപ്റ്റ് മം, അവൻ മിണ്ടാതിരുന്നു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ദാറ്റ് ഹി കുഡിൻ റിമെമ്പർ എനിത്തിങ്, അവനിക്കൊന്നും ഓർമ്മയില്ല എന്ന്.
ദ ഡിസിഷൻ ടു റിട്ടേൺ ഹോം, വീട്ടിലേക്ക് മടങ്ങാനുള്ള തീരുമാനം, മെയ്ഡ് എവരി വൺ ബിസി പാക്കിംഗ് അപ്പ്, എല്ലാവരെയും സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിൽ തിരക്കുള്ളവരാക്കി. സതീഷ് വാസ് ഗോയിങ് വിത്ത് ദം, സതീഷ് അവരുടെ കൂടെ പോവുകയായിരുന്നു. ബട്ട് നീൽകാന്ത റിമൈൻ അൺആസ്ക്ഡ്, നീൽകാന്ത ചോദിക്കപ്പെടാതെ അവശേഷിച്ചു. അവനോടാരും വരുന്നുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. ലേറ്റർ, പിന്നീട് കിരൺസ് പ്രപ്പോസൽ, കിരണിൻ്റെ അഭിപ്രായം ഓഫ് ടേക്കിംഗ് ഹിം വിത്ത് ദം, അവനെ അവരുടെ കൂടെ കൊണ്ടുപോവുക എന്ന വാസ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ്, ശക്തമായി എതിർക്കപ്പെട്ടു ബൈ ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, ആ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളാൽ. ഫൈനലി, അവസാനം കിരൺ സോഫ്റ്റ്ലി അഡ്വൈസ്ഡ് ഹിം, കിരൺ വളരെ ലോലമായി അവനെ ഉപദേശിച്ചു ടു ഗോ ബാക്ക് ടു ഹിസ് ഓൺ ഹോം, അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവാൻ. ദീസ് അൺഎക്സ്പെക്റ്റഡ് കൈൻഡ്നസ്, ഈ അപ്രതീക്ഷിതമായ ദയ, മെയ്ഡ് ഹിം ബേഴ്സ് ഇൻ ടു ടീയേഴ്സ്, അവനെ കണ്ണീരിലാഴ്ത്തി. കിരൺ കുഡിൻ സ്റ്റോപ്പ് ജോയിനിങ് ഹിം, കിരൺ അവൻ്റെ കൂടെ ചേരാതിരിക്കാനായില്ല, അവൻ്റെ കൂടെ കരയാതിരിക്കാനായില്ല. ബട്ട് സതീഷ് വാസ് ടെറിബിളി അനോയിഡ്, എന്നാൽ സതീഷ് വളരെ ഭീകരമായ രീതിയിൽ അസ്വസ്ഥനായിരുന്നു. അറ്റ് ദ സൈറ്റ് ഓഫ് ദീസ്, ഇത് കണ്ടിട്ട്. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ദാറ്റ് ബ്രാറ്റ്, ആ ലക്ഷണം കെട്ടവൻ, ഹസ് ക്ലവർലി ഡിസ്കവേർഡ്, വളരെ ബുദ്ധിപൂർവം കണ്ടെത്തിയിട്ടുണ്ട്, എ വേ ടു സോഫൺ യുവർ ഹാർട്ട്, നിൻ്റെ ഹൃദയത്തെ മയപ്പെടുത്താനുള്ള ഒരു വഴി, വിത്ത് എ ടിയർ ഓർ ടു, ഒന്നോ രണ്ടോ കണ്ണുനീർ തുള്ളികൾ കൊണ്ട്. ബിക്കോസ് യു ആർ ടു ഗുഡ് ആൻഡ് ട്രസ്റ്റ്ഫുൾ, കാരണം നിങ്ങൾ വളരെ നല്ലവളും എല്ലാം പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നവളുമാണ്. നീൽകാന്ത ലെഫ്റ്റ് ദ സ്പോട്ട്, നീൽകാന്ത സ്ഥലം വിട്ടുപോയി. വിത്ത് എ ബ്ലീഡിംഗ് ഹാർട്ട്, രക്തമൊലിക്കുന്ന ഹൃദയവുമായി. സീരിയസ്ലി തിങ്കിങ് അബൌട്ട് ഹൗ ടു ബേൺ സതീഷ് ഇൻ ടു ആഷസ്, സതീഷിനെ എങ്ങനെ ചാരമാക്കാമെന്ന് നന്നായി ചിന്തിച്ചുകൊണ്ട്. സതീഷ് ഹാഡ് ബ്രൗട്ട് എ ഗ്രാൻഡ് ഇങ്ക് സ്റ്റാൻഡ് വിത്ത് ഹിം, സതീഷ് അവൻ്റെ കൂടെ വളരെ മനോഹരമായ ഒരു ഇങ്ക് സ്റ്റാൻഡ് കൊണ്ടുവന്നിരുന്നു. ഹീസ് ഗ്രേറ്റ് ഫേവറേറ്റ്, അവൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒന്ന്, ഫ്രം കൽക്കട്ട, കൽക്കട്ടയിൽ നിന്നും. ദ ഇങ്ക് പോട്ട് വാസ് സെറ്റ്, മഷിക്കുപ്പി വെച്ചിരുന്നു. ഓൺ എ പേൾ ബോട്ട്, ഒരു മുത്തുകൊണ്ടുള്ള ബോട്ടിൽ. ഡ്രോൺ ബൈ എ സിൽവർ ഗൂസ്, ഒരു വെള്ളി അരയന്നം വലിച്ചു കൊണ്ടുപോകുന്ന. സപ്പോർട്ടിങ് എ പെൻ ഹോൾഡർ, ഒരു പെൻ ഹോൾഡർ താങ്ങിക്കൊണ്ട്. എവരിഡേ ഹീ ക്ലീൻഡ് ഇറ്റ് വിത്ത് ആഡഡ് കെയർ, എല്ലാ ദിവസവും അവൻ അത് വളരെ അധികരിച്ച ശ്രദ്ധയോടുകൂടി വൃത്തിയാക്കി. ദ ഡേ ബിഫോർ ദേ വർ അബൌട്ട് ടു ഡിപ്പാർട്ട്, അവർ പോകുന്നതിൻ്റെ തലേ ദിവസം. ദ ഇങ്ക് സ്റ്റാൻഡ് വാസ് മിസ്സിങ്, ഇങ്ക് സ്റ്റാൻഡ് കാണാനില്ലായിരുന്നു. സതീഷ് വാസ് ഫ്യൂരിയസ്, സതീഷ് ദേഷ്യം പിടിച്ചവനായി. ആൻഡ് പൗൺസ്ഡ് അപ്പോൺ ദ ബോയ് ഷൗട്ടിങ്, ഗർജിച്ചുകൊണ്ട് ആ കുട്ടിക്ക് നേരെ ചാടി. യു ഹാവ് സ്റ്റോളൻ മൈ ഇങ്ക് സ്റ്റാൻഡ് യു തീഫ്, എടാ കള്ള, നീ എൻ്റെ ഇങ്ക് സ്റ്റാൻഡ് കട്ടെടുത്തിട്ടുണ്ട്. നീൽകാന്ത വോബിൾ ടുവാർഡ്സ് ദ വോൾ വിത്ത് എ സോളൻ ഹാർട്ട് ആൻഡ് ഹെഡ്, ഇളകിമറിയുന്ന ഹൃദയവും തലയുമായി നീൽകാന്ത ചുമരിന് നേരെ ചാഞ്ചാടി. കിരൺ വാസ് ഗ്രേറ്റ്ലി ഡിസ്ട്രസ്ഡ്, കിരൺ വളരെ വിഷമത്തിലായി. അറ്റ് ദ സീൻ, ഈ ഒരു കാഴ്ചയിൽ. ആൻഡ് ടൂക്ക് ഹിം, അവനെ കൊണ്ടുപോയി. ടു അനദർ റൂം, മറ്റൊരു റൂമിലേക്ക്. ആൻഡ് സജസ്റ്റഡ്, അവനോട് നിർദ്ദേശിച്ചു. നീലു, ഇഫ് യു ഹാവ് ടേക്കൺ ഇറ്റ്, നീ അതെടുത്തിട്ടുണ്ടെങ്കിൽ, ഐ ഷാൽ കീപ്പ് ഇറ്റ് ദർ, ഞാനത് അവിടെ കൊണ്ടുപോയി വെക്കാം. ആൻഡ് ബ്ലോക്ക് എനിവൺ മേക്കിംഗ് ഫർദർ ഫസ്, ഇനി ആരെങ്കിലും കൂടുതൽ ബഹളമുണ്ടാക്കുന്നത് തടയുകയും ചെയ്യാം. ടു ദീസ്, ഇതിന് മറുപടിയായി നീൽകാന്ത നെൽ ഡൗൺ വീപ്പിംഗ് ബിറ്റർലി, താഴെ മുട്ടുകുത്തി നിന്നു, ശക്തിയായി വിതുമ്പിക്കൊണ്ട്. എ ഫിയേഴ്സ് ബാറ്റിൽ ഓഫ് വേർഡ്സ്, വാക്കുകൊണ്ടുള്ള ശക്തമായ യുദ്ധം. ഫോളോവ്ഡ്, തുടർന്നുണ്ടായി. ബിറ്റ്വീൻ കിരൺ, കിരണിനിടയിലും. ഓൺ വൺ സൈഡ്, ഒരു ഭാഗത്ത്. ആൻഡ് ശരത് ആൻഡ് സതീഷ് ഓൺ ദ അതർ, മറ്റൊരു ഭാഗത്ത് ശരത്ത്, സതീഷ് എന്നിവർക്കിടയിലും. സതീഷ് വാണ്ടഡ് ടു സെർച്ച് ഹീസ് റൂം, സതീഷ് അവൻ്റെ റൂം സെർച്ച് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആൻഡ് ഷീ റെസ്പോണ്ടഡ് വയലൻ്റ്ലി വിത്ത് ടീയേഴ്സ്, എന്നാൽ അവൾ കരഞ്ഞുകൊണ്ട് ശക്തമായി പ്രതികരിച്ചു. യു ഡെയർ, നിങ്ങളതിന് ധൈര്യം കാണിക്കുന്നുവോ? ദാറ്റ് അറ്റ് വൺസ് സെറ്റിൽ ദ മാറ്റർ, അത് പെട്ടെന്ന് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കി. കിരൺസ് ഹാർട്ട് ഓവർഫ്ലോഡ് വിത്ത് പിറ്റി ഓൺ ദ ഹോംലെസ് ലാഡ്, വീടില്ലാത്ത ആ കുട്ടിയുടെ മേൽ കിരണ് അതിയായ ദയ തോന്നി. ഷീ ഗോട്ട് 2 ന്യൂ സ്യൂട്ട്സ് ഓഫ് ക്ലോത്ത്സ്, അവൾ 2 സെറ്റ്
വസ്ത്രങ്ങൾ വാങ്ങി, എ പെയർ ഓഫ് ഷൂസ്, ഒരു ജോഡി ഷൂകളും, ആൻഡ് എ ബാങ്ക് നോട്ട്, പൈസയും, ആൻഡ് വാണ്ടഡ് ടു പ്ലേസ് ദം, അവയെ വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചു, ഇൻ ടു ഹിസ് ബോക്സ്, അവൻ്റെ പെട്ടിയിലേക്ക്, ആസ് എ സർപ്രൈസ് ഗിഫ്റ്റ്, ഒരു സർപ്രൈസ് സമ്മാനമായിട്ട്. When she unlocked the box, the lid suddenly sprang up with all those petty things jumbling. The gift would not go in. She started pulling out everything to place them in order. There at the bottom came a layer of linen, and under it emerged the missing inkstand, goose and all. Kiran stood helplessly with the inkstand puzzled. Behind Kiran stood Nilkantha, shocked as if he was hit by a heavy hammer on his head. His last hope of proving him not a thief hit the dust. Actually, he took the inkstand as a revenge to throw it into the river. Now there is no way of convincing his mistress. He somehow managed to leave the room without Kiran noticing him. Kiran, with a deep sigh, placed them back in the box well, the gift on top of all, and closed the box. The next day the boy was nowhere to be found. Even the police couldn't find him. Sharath urged for searching in his box to know more about him, but Kiran's refusal forced him to withdraw. She took the missing things and threw them in the river. Though the family returned to their own home, Nilkantha's starving mongrel prowled along the river bank with heart-breaking whines. When she unlocked the box, അവൾ പെട്ടി തുറന്നപ്പോൾ, the lid suddenly sprang up, മൂടി പെട്ടെന്ന് തെറിച്ചു, with all those petty things jumbling, എല്ലാ നിസാരമായ വസ്തുക്കളും കൂട്ടിക്കുഴച്ചുകൊണ്ട്, the gift would not go in, സമ്മാനം അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയില്ല, ഉള്ളിൽ വെക്കാൻ സ്ഥലമില്ല. she started pulling out everything, അവളെല്ലാം പുറത്തേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങി, to place them in order, അവയൊക്കെ നല്ലൊരു ഓർഡറിൽ വെക്കാൻ വേണ്ടി. there at the bottom, ഏറ്റവും താഴെയായിട്ട്, came a layer of linen, ചണത്തുണിയുടെ ഒരു പാളി വന്നു, and under it, അതിന് താഴെ, emerged, പുറത്തേക്ക് വന്നു, the missing inkstand, കാണാതായ ഇങ്ക് സ്റ്റാൻഡ്, goose and all, അരയന്നവും മറ്റു എല്ലാ വസ്തുക്കളും. കിരൺ stood helplessly, കിരൺ നിസ്സഹായയായി നിന്നു, with the ഇങ്ക് സ്റ്റാൻഡുമായി, puzzled, അന്തം വിട്ടുകൊണ്ട്. ബിഹൈൻഡ് കിരൺ, കിരണിന് പിന്നിലായി, stood നീൽകാന്ത നിന്നു, shocked, അമ്പരന്നുകൊണ്ട്, as if he was hit by a heavy hammer on his head, അവൻ്റെ തലയിൽ ഒരു ഭാരമുള്ള ഹാമർ കൊണ്ട് അടിക്കപ്പെട്ടതുപോലെ. his last hope, അവൻ്റെ അവസാന പ്രതീക്ഷ, of proving, തെളിയിക്കാനുള്ള, him not a thief, അവൻ കള്ളനല്ല എന്ന്, hit the dust, പരാജയപ്പെട്ടു. ആക്ച്വലി, യഥാർത്ഥത്തിൽ, he took the inkstand, അവൻ ആ ഇങ്ക് സ്റ്റാൻഡ് എടുത്തു, as a revenge, പ്രതികാരമെന്ന നിലക്ക്, to throw it into the river, അത് പുഴയിലേക്ക് എറിയാൻ വേണ്ടി. now there is no way of convincing his mistress, ഇപ്പോൾ അവൻ്റെ യജമാനത്തിയെ വിശ്വസിപ്പിക്കാനുള്ള ഒരു വഴിയുമില്ല. he somehow managed to leave the room without Kiran noticing him, കിരൺ അവനെ ശ്രദ്ധിക്കാതെ ആ റൂമിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു പോവാൻ അവൻ ശ്രമിച്ചു. കിരൺ വിത്ത് എ ഡീപ്പ് സൈ, കിരൺ ഒരു വലിയ നെടുവീർപ്പോടുകൂടി, പ്ലേസ്ഡ് ദം, അവയെ വെച്ചു, ബാഗ് തിരിച്ച്, ഇൻ ദ ബോക്സ്, പെട്ടിയിൽ, വെൽ, നന്നായി, ദ ഗിഫ്റ്റ് ഓൺ ടോപ്പ് ഓഫ് ഓൾ, ആൻഡ് ക്ലോസ്ഡ് ദ ബോക്സ്, ആ സമ്മാനം എല്ലാത്തിൻ്റെയും മുകളിലായി, എന്നിട്ട് പെട്ടി അടച്ചു. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ദ ബോയ് വാസ് നോവർ ടു ബി ഫൗണ്ട്, ആ കുട്ടിയെ എവിടെയും കാണാനില്ല. ഈവൺ ദ പോലീസ് കുഡിൻ ഫൈൻഡ് ഹിം, പോലീസിന് പോലും അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. ശരത് ഏർജ്ഡ് ഫോർ സെർച്ചിങ് ഇൻ ഹിസ് ബോക്സ്, ശരത്ത് അവൻ്റെ പെട്ടി സെർച്ച് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ടു നോ മോർ അബൌട്ട് ഹിം, അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ. ബട്ട് കിരൺസ് റെഫ്യൂസൽ, പക്ഷേ കിരണിൻ്റെ വിസമ്മതം, ഫോഴ്സ്ഡ് ഹിം ടു വിത്ഡ്രോ, അതിൽ നിന്നും പിൻവലിയാൻ അവനെ നിർബന്ധിപ്പിച്ചു. ഷീ ടൂക്ക് ദ മിസ്സിംഗ് തിങ്സ് ആൻഡ് ത്രൂ ദം ഇൻ ദ റിവർ, അവൾ കാണാതായ വസ്തുക്കളെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു. ദോ ദ ഫാമിലി റിട്ടേൺ ടു ദെയർ ഓൺ ഹോം, ആ ഫാമിലി അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും നീൽകാന്ത സ്റ്റാവിങ് മാംഗ്രൽ, നീൽകാന്തയുടെ പട്ടിണി കിടക്കുന്ന ആ സങ്കരയിന നായ, പ്രൗൾഡ്, പതുങ്ങി നടന്നു, അലോങ് ദ റിവർ ബാങ്ക്, നദിക്കരക്കരികിൽ, വിത്ത് ഹാർട്ട് ബ്രേക്കിംഗ് വൈൻസ്, ഹൃദയം പൊട്ടിക്കുന്ന നിലവിളികളുമായി.